ഇത് ഞാൻ പറവൂക്കാലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കൊച്ചും ഒരു പെണ്ണും നമ്മുടെ ഈ മുകളിൽ തിണ്ണേമിരിപ്പുണ്ട്, എന്തോ ഒരു സംശയം തോന്നണം, ഒന്ന് ചേട്ടനൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വണ്ടിയായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു പെണ്ണ് നിൽപ്പുണ്ട്, ഒരു ചുരിദാറും ഒരു കൊച്ചൊക്കെ ആയിട്ട്. ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഒരു ചുമപ്പ ചുരിദാറാണ് ഇട്ടേക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ട് ചേച്ചി എവിടെ നിന്ന് വന്നാന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ നടക്കാൻ വന്നാണെന്ന് പറഞ്ഞു. വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആലുവയാണെന്ന് പറഞ്ഞു. അത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ത്രീയും ഇരിപ്പുണ്ടായിരുന്നു. വേഗം ഒരു പയ്യ കൊച്ചിനെ ആ ബാഗും കൊച്ചിനകത്ത് നിർത്തിയേക്കായിരുന്നു. കൊച്ചിനെടുത്ത് വഴിയിൽ വെച്ച് ബാഗും എടുത്തുകൊണ്ട് പയ്യെ ഇവിടെ നടന്ന് ഇതിൻ്റെ കുറച്ച് ഭാഗം വരെ ഞാൻ പുറകെ പോയി. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ അതിലെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറി നേരെ ആ ഓട്ടോറിക്ഷ കയറി പോവുകയാണ് ചെയ്തത്. വേറെ ഒന്നും അങ്ങനെ സംസാരിക്കണില്ല ഇവര് ഞാൻ ചോദിച്ചതിന് ഇങ്ങനെ ഇല്ല, ഞങ്ങൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ആലുവയിലാണെന്ന് പറഞ്ഞു. വേറെ ഒന്നും സംസാരിക്കണില്ല. ഒരു ഇതുമാതിരിയുള്ളൊരു ഇത് നമുക്ക് അങ്ങനെ സംശയിക്കാൻ പറ്റിയ ഒരു രൂപത്തിലും അല്ലായിരുന്നു. കാരണം കൊച്ചിൻ്റെ ബാഗും ഇതൊക്കെ ഉള്ള ഒരിത്. പിന്നെ ഇവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളും ഈ കൊച്ചുള്ള കാരണം നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തിരുന്ന. അപ്പം അത് ഒരു ഓർമ്മയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കൊച്ചുള്ള കാരണമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെ വരില്ലായിരുന്നു. ചെറിയ കൊച്ചുള്ള കാരണം അങ്ങനെ സംശയം വന്നപ്പോൾ വന്നതാണ്. ഇത് മാത്രം ചോദിച്ചോളൂ, നിങ്ങൾ എവിടെ വന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഞങ്ങൾ ആലുവയിൽ വന്നിട്ട് കറങ്ങാൻ വന്നാണെന്ന് പറഞ്ഞത്. പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല, ആലുവയിലാണ് വീടെന്നും പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതലും ചോദിച്ചില്ല, കാരണം നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കൊച്ചി ഇങ്ങനെ തന്നെ കൊച്ചി നിൽക്കായിരുന്നു. ഇവിടെ നിൽക്കായിരുന്നു കൊച്ചിങ്ങനെ നിന്നിട്ട് ബാഗ് താഴ്ത്തി വെച്ചേക്കായിരുന്നു. ഇവിടെ തന്നെ ബാഗ് താഴ്ത്തി വെച്ചിട്ടാണ് കൊച്ചി നിന്നത്. ഇവരിങ്ങടെ ഇരിഞ്ഞേക്കണം, കൊച്ചി ഇങ്ങടെ ഇരിഞ്ഞേക്കായിരുന്നു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ അവർ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ വട്ടം എടുത്ത് ആ ബാഗ് കൊടുത്ത് ഇതിലിങ്ങനെ പയ്യെ നടന്ന് ഏതാണ്ട് ആ ഗണപതി അമ്പലത്തിൻ്റെ ഇപ്പറായി കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ ഒരെണ്ണം പോകണ്ടായിരുന്നു. ഇവിടെ ഓട്ടോറിക്ഷ എടുപ്പുണ്ടായിരുന്നു. അതിനത് കയറിയില്ല. ആ ഓണ വഴിക്കുള്ള ഓട്ടോറിക്ഷയിൽ കൈയാട്ടി കയറിപ്പോയി. കുറച്ച് വരെയും ആ ഓട്ടോറിക്ഷയുടെ അടുത്ത് വരെ ഞാൻ പോയായിരുന്നു. തോന്നാന്ന് വെച്ചാൽ ഈ കൊച്ചി ഇവനിങ്ങനെ പറയുകയും ചെയ്ത്. പിന്നെ ഈ കൊച്ചിന്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഇവരിങ്ങനെ അവിടെ ആദ്യം മുകളിൽ, കാരണം അങ്ങനെ ആൾക്കാർ ഇരിക്കാറില്ല മുകളിൽ. അവിടെ വന്ന് ഈ തമിഴന്മാര് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വന്ന് ഇരിക്കാറില്ല. ഒരു പെണ്ണുങ്ങളോ അങ്ങനെ വന്ന്, പിന്നെ അങ്ങനത്തെ പെണ്ണുങ്ങളോ വന്നിരിക്കുള്ളൂ. ഇത് കൊച്ചിനെ കൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു സംശയമായി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഇവര് കറങ്ങാൻ വന്നതല്ല എന്നുള്ളത് മനസ്സിലായി. ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് അമ്പലത്തിൽ തൊഴാനും വന്നതല്ല. അമ്പലത്തിന്റെ അകത്തേക്ക് ഇവര് കയറിയിട്ടില്ല. ഇവിടെ വരെ വന്നിട്ടുള്ളൂ, അമ്പലത്തിന്റെ അകത്തേക്ക് കയറിയില്ല. ഇവര് ഹിന്ദുവാണല്ലോ, അമ്പലത്തിന്റെ അകത്തേക്കും ഇവര് കയറിയില്ല. ഇവിടെ നിന്നിട്ട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ എടുത്തോണ്ട് പോയി. അത് തന്നെ ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ആരും ഉണ്ടാവൂല. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഇടാന്നുള്ളൊരു ഇതിലാണ് ഇവര് വന്നേക്കണം. അതുകൊണ്ടാണ് അവർ അത്രയും നേരം ഇവിടെ നിന്നത്. എന്നെ വിളിച്ചു പറയുമ്പോൾ ഏകദേശം ഒരു 6 കാണും. ടൈം നോക്കിയായിരുന്നു. അപ്പൊ ഇവരിവിടെ നിൽപ്പുണ്ട്, ഈ കൊച്ചും ഈ ഇതും നിൽപ്പുണ്ട്. അപ്പൊ ഏകദേശം ഒരു 7 മണിയായി കഴിയുമ്പോൾ ഇവിടെ ആരും കാണൂലല്ലോ, എല്ലാവരും പോകുമല്ലോ. അപ്പൊ ഇടാനുള്ള പരിപാടിയായിരുന്നു, വെള്ളത്തിലിടാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഇടാന്നുള്ള ഒരു പരിപാടിയിലാണ് അവർ അത്ര നേരം നിന്നത്. പക്ഷെ നമ്മളന്ന് വന്ന് ചോദിച്ച കാരണം അവർക്ക് സംശയമായി. അവരെ പുറകെ ആൾ നിന്നു. ഞാൻ പറയുകയും ചെയ്തു, എന്നൊരാൾ വിളിച്ചു പറഞ്ഞിട്ട് വന്നാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് സംശയമായി. അതുകൊണ്ടാണ് ഇവർ ഇവിടെ നിന്ന് പോയത്. അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇടും ആണ് അങ്ങനെ തോന്നിയത്. പിന്നെ ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ആൾക്കാർ ചാടണതും. ഇത് കാരണം എന്താ വെച്ചാൽ പാലത്തിന്റെ മുകളിൽ ആരും അങ്ങനെ നിൽക്കാറില്ലല്ലോ. ഇത് ഇങ്ങനെയുള്ള കാട്ടിക്കാരാണ് അവിടെ നിൽക്കണതൊക്കെ. നമുക്ക് അങ്ങനെ ഒരു അറിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ ചുറ്റും ഈ പാലവും ഉണ്ട്, പിന്നെ ഇവിടെ കാടും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അവിടെ കൊണ്ടുപോയിട്ടാൽ കൊച്ചല്ലേ, അതിന് കരഞ്ഞാലൊന്നും ഒച്ചയും കേൾക്കയില്ല. അപ്പൊ ഇതൊക്കെ കണക്കൂട്ടിയാണ് അവർ വന്നത്. അപ്പൊ ഒരു ഏകദേശം 7 മണി ആവട്ടെ എന്നുള്ള കണക്കൂട്ടലാണ് അവർ നിന്നത്. ശരിക്കും അങ്ങനെ സംശയം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ കൊച്ചിനെ ഇതും കൂടി ഇവര് വന്നതാണെന്നുള്ളൊരു സംശയം. അതുകൊണ്ടാണ് നമ്മൾ ഇവരടുത്ത് ചോദിക്കാനും കാരണം. പിന്നെ ഇവൻ പറയുകയും ചെയ്തല്ലോ, ഇവനും എന്നേക്കാൾ കൂടുതൽ ഇവന് സംശയമായി. ഈ കൊച്ചുള്ള കാരണം ഇത്രയും ടൈമായില്ലേ. ഇവരതന്നെ ഇവരാദ്യം അവിടെ പോയി നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിന്റെ ഇവിടെ വന്ന് അമ്പലത്തിന്റെ അകത്തേക്ക് അവർ കയറിയില്ല. അവരിവിടെ നിന്നോളൂ.
അപ്പം ആൾക്കാരൊക്കെ ഇവിടെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇരുട്ടാവാൻ വേണ്ടിയാണ് അവർ ഇവിടെ നിന്നത്. കാരണം അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്നത് ഇരുട്ടാവാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് അവരങ്ങനെ പോവുകയും ചെയ്തു.